ഇപ്പോൾ മിക്ക ആൾക്കാർക്കും അനുഭവം ഉണ്ടാകും. ഇപ്പോൾ മേക്കപ്പ് മാനായാലും ശരി, കോസ്റ്റ്യൂമർ ആയാലും ഒക്കെ ശരി, ഏതെങ്കിലുമൊക്കെ ആർട്ടിസ്റ്റിന് വളരെ മോശമായിട്ടുള്ളൊരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്. പേര് പറയേണ്ട ആർട്ടിസ്റ്റിന് അല്ല ഉണ്ട്, ഒരുപാടുണ്ട്. കൂടുതലും പെണ്ണുങ്ങളാണ്. ആണല്ലേ? അവർക്ക് പ്രത്യേകിച്ച് മദ്രാസ് അടിപ്പാവടയുടെ തുണിയുടെ തന്നെ ക്വാളിറ്റി കുറഞ്ഞാൽ മതി. അത് അതിൻ്റെ മാച്ചാണ്. ചിലപ്പോൾ നമുക്ക് കളറ് കിട്ടത്തില്ല, അവരുദ്ദേശിക്കുന്ന പോലത്തെ മെറ്റീരിയൽ നമുക്ക് കിട്ടത്തില്ല ആ കളറിന്. പക്ഷെ അതൊക്കെ തന്നെ അവർ, എനിക്ക് തോന്നുന്നത് ചെറിയ പ്രായത്തിൽ ഇപ്പോഴും ചില കുട്ടികളൊക്കെ നടികൾ വരുമ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ ഓർത്ത് പോകുന്നതാണ്. ഇത് ഇത്തിരി കഴിയുമ്പോൾ ഇതുങ്ങളിങ്ങനെ കാലൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെയല്ലേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതുങ്ങൾ അങ്ങനെ ആയിപ്പോണതാണ്. അതുകൊണ്ടായിരിക്കും അന്നൊക്കെ എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായെന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു എടുത്ത് മുഖത്തൂടെയൊക്കെ എറിഞ്ഞിരൊക്കെ ചെയ്യും. അങ്ങനെ മുഖത്ത് എറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ മുഖത്തൂടെ അല്ലെങ്കിലും എടുത്ത് ഇങ്ങനെ എറിഞ്ഞിട്ട് പോയ നടികളുണ്ട്. പിന്നെ ഇതൊന്നും നമുക്ക് കിട്ടാതെ ഉപദ്രവം വരാതിരിക്കുന്ന നല്ല ഡയറക്ടറാണെങ്കിൽ നമുക്ക് ഒരാളെ അനുസരിച്ചാൽ മതിയല്ലോ. കൊണ്ട് കാണിച്ചാൽ എനിക്ക് മമ്മൂക്കയുടെ പടം തന്നെ ചെയ്യാൻ പേടിയുണ്ടായിരുന്നു. ഒരുപാട് പടം അങ്ങനെ വിട്ടിട്ടുണ്ട്. മമ്മൂക്ക വഴക്ക് പറയുന്നൊക്കെ പേടിച്ചിട്ട് അങ്ങനെ ചെയ്യാതിരുന്നിട്ടുണ്ട്. പിന്നെ അടുത്തപ്പോഴല്ലേ ആൾ പാവമെന്ന് അറിയുന്നത്. അങ്ങനെ ഒരുപാട് പടം ഞാൻ വിട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ നമുക്ക് നൊമ്പരത്തി പോവൊക്കെ ചെയ്യാൻ നേരത്താണ് സാറിൻ്റെ പടമായിട്ട് ഒരു ധൈര്യം വന്നത്. എങ്കിലൊരു പേടി തോന്നുമായിരുന്നു.